ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് കണ്ണൂരിൽ നിന്ന് കിട്ടിയ ഒരു ഓർഡറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് ഓർഡർ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഒരു മാല, അവർക്കൊരു കുർത്തിയുണ്ട്, കസ്റ്റമർക്ക് ഒരു കുർത്തിയുണ്ട്. ആ കുർത്തിയുടെ കളറിനനുസരിച്ച് കളർ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ഇതുപോലത്തെ ഒരു റെഡ് കളറാട്ടോ, ഒരു മെറൂൺ റെഡ്, ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു റെഡ് കളറാണ്. ആ റെഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി ഒരു മാല ക്രിയേറ്റ് ചെയ്യാനാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ ഗ്ലാസ് ബീഡ്സും, ബ്ലാക്ക് ഗ്ലാസ് ബീഡ്സും, അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ് നമുക്ക് ആ കളർ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ അഗേറ്റ് സ്റ്റോൺസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും പിന്നെ സിൽവറിന്റെ കുറച്ച് ബീഡ്സും വെച്ചിട്ടാണ് നമ്മൾ ഈ മാല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മളെല്ലാ മാലയും ചെയ്യുന്നത് ഗിയർ വയറിൽ നിന്നാണ്. പിന്നെ നിങ്ങൾക്ക് ഗിയർ വയർ കിട്ടിയില്ലെങ്കിൽ ഫിഷിംഗ് വയറോ ടോയിനോ ആണെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഗിയർ വയർ ആകുമ്പോഴത്തേക്കും കുറച്ച് നല്ല കട്ടിക്ക് ഇരുന്നോളും. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു മെറ്റീരിയൽസ് ഒക്കെ എവിടുന്നാണ് വാങ്ങുന്നത്. കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ഇപ്പോൾ മുംബൈയിൽ നിന്നാണ് എടുക്കുന്നത്. അതൊക്കെ അവർ കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ പേയ്മെന്റ് ചെയ്യണം. പിന്നെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ നാട്ടിൽ നിന്ന് മോട്ടി എന്ന് പറഞ്ഞ സ്റ്റോറുണ്ട്. ആ സ്റ്റോറിൽ മിക്കവാറും എല്ലാവർക്കും അത്യാവശ്യത്തിനുള്ള എല്ലാ ജ്വല്ലറി മെറ്റീരിയൽസും, ഹെയർ ബോ എക്സസൈസിന്റെ എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും, എംബ്രോയിഡറി എല്ലാ മെറ്റീരിയൽസും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് മാലയിലേക്ക് പോകാം. അപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു കൊറിയർ ചാർജ് ഉൾപ്പെടെയാണോ അവർ വാങ്ങിക്കുന്നത്, കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് അവർ വാങ്ങിക്കുന്നത്, അല്ലാതെ ഒരിടത്തും അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും കൊറിയർ ചാർജ് ഒന്നും കൊടുക്കത്തില്ല കേട്ടോ. നമ്മൾ തന്നെ കൊറിയർ ചാർജ് ഇട്ട് ഷിപ്പിങ്ങിന്റെ ചാർജ് കൂടെ ഇട്ടിട്ടാണ് അവർ ആ പേയ്മെന്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് അവരിങ്ങോട്ട് അയച്ചു തരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇതുപോലെ പിന്നെ നമ്മൾ പോയി ചെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കണ്ടു, അങ്ങനെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് മാലയിലേക്ക് പോകാം. മാല നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഗിയർ വയർ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിലാണ് കിട്ടുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് എത്ര വേണോ അത്രയും കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു ലെങ്തിനെക്കാട്ടി കുറച്ചുകൂടെ മേപ്പോട്ട് നിൽക്കുന്ന ഒരു ലെങ്തിൽ ഷോർട്ടായിട്ടുള്ള ഒരു മാലയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഗിയർ വയർ കട്ട് ചെയ്തിട്ട് കൊളുത്തുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊളുത്ത് കുറച്ച് നല്ല കൊളുത്താണ്, കുറച്ച് നല്ല വിലയുള്ള നല്ല കൊളുത്താണ്. അപ്പോൾ നമ്മൾ വില ഇടുമ്പോൾ ഇതെല്ലാം നമ്മൾ ഇട്ടിട്ടാണ് നമ്മളൊരു മാലയ്ക്ക് നമ്മൾ വില ഇടുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കഷ്ടപ്പാടും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എക്സ്പെൻസും പിന്നെ കൊറിയർ മെറ്റീരിയലിൻ്റെ ചാർജും അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് ടൈമും ഒക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വില ഇടുന്നത്. അപ്പം ഹാൻഡ് മെയ്ഡ് മെറ്റീരിയൽസിന് വില കൂടുതലാണെന്ന് പറയുന്നത് കുറച്ച് മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മളങ്ങനെ പ്രൈസ് റേറ്റ് നമ്മൾ കുറയ്ക്കണമെന്നോ ഒന്നും നമ്മൾ ചോദിക്കാറില്ല. അപ്പം ഇതും അതുപോലെ തന്നെ ഉള്ളൂ, അങ്ങനെ നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഇതും അതുപോലെ തന്നെ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഒരു റേഞ്ച് ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് ആണെങ്കിൽ വില കുറഞ്ഞ നോക്കി വാങ്ങിക്കുന്നവരുണ്ട്, ചിലരാണെങ്കിൽ വില കൂടിയ നോക്കി വാങ്ങിക്കുന്നവരുണ്ട്. എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫിക്സ്ഡ് പ്രൈസ് നിങ്ങൾ ഇടുക. നിങ്ങളുടെ എക്സ്പെൻസും ചാർജും എന്തായാലും നമ്മുടെ ആൾക്കാർ എന്തായാലും നമ്മുടെ സാധനം എടുക്കും, അത് ഉറപ്പാണ്. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നതനുസരിച്ച് നമ്മുടെ സാധനങ്ങൾ പോകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാർഡ് കയറി പോവാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവന് മാല ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ് ബീഡാണ് എടുക്കുന്നത്. ഈ ഒരു സൈസാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 6ന്റെ ഒരു സൈസാണ്. അപ്പോൾ ഞാനിതിങ്ങനെ 2 ഗ്ലാസ് ബീഡ് ഇട്ടിട്ട് 2 അഗേറ്റിൻ്റെ ആ ഒരു കളർ സ്റ്റോൺ ബീഡാണ് ഇടുന്നത്. അപ്പം ഈ 2 ഗ്ലാസ് ബീഡ് ഇട്ടതിന് ശേഷം ഞാൻ ഒരു സിൽവറിൻ്റെ ഒരു മെറ്റാലിക് ബീഡ് ഇടുന്നുണ്ട്. അപ്പോൾ സിൽവറിൻ്റെ മെറ്റാലിക് ബീഡ് ആകുമ്പോഴത്തേക്കും കളറൊന്നും അങ്ങനെ ചേഞ്ച് ചെയ്തില്ല. പക്ഷേ ഗോൾഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗോൾഡ് ചിലപ്പോൾ കളർ ചേഞ്ച് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ പ്ലേറ്റഡ് ഗോൾഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇങ്ങനൊരു പ്രോസസ്സാണ് നമ്മൾ മേപ്പോട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഞാനൊരു മെറ്റാലിക് ബീഡ് ഇട്ട് മാല ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കിയും കൂടെ നമുക്ക് ചെയ്യാം. നമ്മൾ ആദ്യം 2 ഗ്ലാസ് ബീഡ് ഇട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ ആട്ടോ പറഞ്ഞത്. ആ ഒരു കറക്റ്റ് അളവിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഓർഡറൊക്കെ കിട്ടുന്നത് കുറച്ച്, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞിട്ട് 1.5 വർഷമായി. അതിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിന്യൂസ് ഇട്ട് നമുക്ക് ആദ്യമേ നമുക്ക് ഓർഡർ കിട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ വാട്സപ്പിലൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് കണ്ട് അങ്ങനെ നമുക്ക് ഓർഡർ കിട്ടും. അല്ലാതുള്ള ആൾക്കാരിൽ നിന്ന് ഓർഡർ കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും. കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം ഒക്കെ വെച്ച് അതൊന്ന് അപ്പായി വരാൻ കുറച്ച് ലേറ്റ് ആവും. നമ്മൾ അത്രയും ഒന്ന് ക്ഷമയോടിരിക്കും. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവരിൽ കൂടെ ഓർഡർ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കടയിൽ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു അത് GST അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നമ്മൾ വെബ്സൈറ്റുകളൊക്കെ ആണെങ്കിൽ GST മസ്റ്റാണ്. അപ്പോൾ ഞാൻ GSTയുടെ ആ സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ എടുക്കാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്കങ്ങനെ ചാടിക്കയറി ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല GST. നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊക്കെ ഒന്ന് പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതൊക്കെ. ഗ്രാജുവലി നമ്മൾക്ക് ആദ്യമേ ഒരു ഇത്ര ഓർഡർ 5-6 ഓർഡർ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ പതുക്കെ ഗ്രാജുവലി നമ്മുടെ വർക്ക് അനുസരിച്ച് സംഭവം അത് ഗ്രോ ആയിക്കോളും. നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു ലെങ്തിലാണ് നമ്മൾ പോകുന്നത്. ഇത്രയും ഒരു ലെങ്താണ് വേണ്ടത്. സാധാരണ ഒരു മാലയുടെ ലെങ്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ ഗിയർ ലോക്ക് എന്ന് പറഞ്ഞ സാധനം എടുത്തിട്ട് നമ്മളിതുപോലെ ലോക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നിങ്ങൾക്ക് കസ്റ്റമറെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഫ്രീ ബൈസോ ഫ്രീ ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത്ര ഓർഡർ ചെയ്ത് നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ നമ്മൾ കടകളിലൊക്കെ ഇങ്ങനെ കാണുമോ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ സാധനങ്ങൾ വെക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാട്ടോ. അതൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട.
ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ഇങ്ങനെ എന്താണ് പ്ലെയർ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ ജസ്റ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇത് നമുക്കിതിങ്ങനെ കളഞ്ഞേക്കാം. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മാല എന്ന് പറയുന്നത്. ഈ ഒരു ഡിസൈനാണ് അവർ പറഞ്ഞിരിക്കുന്നത്, കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് ആ ഒരു മാല. ഇത് ഈ ഒരു കളർ എന്ന് പറഞ്ഞിരിക്കുന്നത് റെഡും അല്ല, എന്നാൽ അത് ബ്ലഡ് റെഡ് മെറൂണും അല്ലാത്തൊരു കളറാട്ടോ. നല്ലൊരു കളറാട്ടോ ഇത്. അതിങ്ങനെ കിടക്കുന്ന നല്ല ഭംഗിയാണ്. ഇതാണ് ആ ഒരു കളർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഇതുപോലത്തെ നമുക്ക് ലെയർ മാലയും നമുക്ക് ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ നമുക്ക് കണക്ടർ യൂസ് ചെയ്യണം. എങ്കിലും നമുക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് നേരിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെറിയ കണക്ടേഴ്സോ വരെ നമുക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അതൊരു ഭംഗി വരത്തില്ല. നമുക്ക് ഇവിടെ ഈ കൊളുത്തിൻ്റെ ഇവിടെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഭംഗി വരത്തില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ച് നമുക്ക് 2 ലെയർ മാലയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാട്ടോ. കസ്റ്റമർ പറയുന്ന രീതിക്ക് അനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്ക് ഡിസൈൻ ഒക്കെ കുറച്ചുകൂടെ ഒക്കെ ഒരു ക്രിയേറ്റിവിറ്റി ലെവലൊക്കെ വളരണമെങ്കിൽ നമ്മളെപ്പോഴും റെഫർ ചെയ്തുകൊണ്ടിരിക്കണം വെബ്സൈറ്റുകളിലും. അതുപോലെ തന്നെ അതേ ഡിസൈൻ തന്നെ കോപ്പി എടുക്കണമെന്നല്ല. നമ്മുടെ ഒരു ഐഡിയ ജസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മുടേതായ രീതിയിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.